ശ്രുതി നമുക്കൊപ്പം ചേരുന്നുണ്ട് കൽപ്പറ്റയിൽ നിന്നും. ശ്രുതി, സുഖമായിരിക്കുന്നോ? ആ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒപ്പം മുഖത്തൊരു തെളിച്ചം കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. സുഖമായിട്ടിരിക്കുന്നു സാർ, കുഴപ്പമൊന്നുമില്ല. ശ്രുതിയുടെ ആ ചിരി കാണാനാണ് എനിക്ക് തോന്നുന്നു മലയാളികൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ചിരിച്ച ശ്രുതിയെ കാണാനാണ്. അപ്പോൾ ആ ചിരി നൽകിയത് കഴിഞ്ഞ ദിവസമൊക്കെ ശ്രുതി സംസാരിക്കുമ്പോൾ എല്ലാവരും ശ്രുതിയെ കാണുമ്പോൾ വലിയ സന്തോഷം എല്ലാവരുടെയും മനസ്സിൽ അനുഭവിച്ചിട്ടുണ്ട്. ശ്രുതി, ചില സമയത്ത് മനുഷ്യന് പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് ധൈര്യത്തോടെ പറയേണ്ടി വരും. ജീവിതം നമ്മളെ ആ പറയാനുള്ള ധൈര്യം ചില സമയത്ത് തരികയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള ധൈര്യം ശ്രുതിക്കുണ്ടാവട്ടെ. മുന്നോട്ടുള്ള ജീവിതം ഇങ്ങനെ പരന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ ആ സ്വപ്നങ്ങളിലേക്ക് പോകാൻ ശ്രുതിക്ക് കഴിയട്ടെ എന്ന് തന്നെയാണ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. എന്താണ് ശ്രുതി ഓരോ ദിവസവും പുതിയ കാലത്തെക്കുറിച്ച്, വരുന്ന ദിവസങ്ങളെക്കുറിച്ച് നല്ലതോടെ ചിന്തിക്കുന്നത് എന്താണ്? ഇച്ചാൻ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇച്ചായ്ക്ക് ഇഷ്ടം ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് നേരിടുക തന്നെയാണ്. ഇച്ചാൻ ആഗ്രഹിക്കുന്ന മാതിരി ഇച്ചാൻ്റെ ബിസിനസ് ഉണ്ട്, അത് മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്കും ഒരു ജോലി എന്തായാലും അത്യാവശ്യമാണ്. ശരിയാണ്, നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും നമ്മുടെ മനസ്സ് കുറച്ചുകൂടി റിലാക്സ്ഡ് ആവും. നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറും. നമ്മളെപ്പോഴും എൻഗേജഡ് ആവുന്ന എല്ലായ്പ്പോഴും നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് ജെൻസന്റെ മനസ്സിലുള്ള ഒരു പുതിയ, ഇപ്പോൾ ഈ സംവിധാനത്തെ കുറച്ചുകൂടി വികസനത്തിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ സ്വപ്നങ്ങളുണ്ടായിരുന്നിരിക്കലും, എന്താണ് ചിന്ത? എങ്ങനെ, ഏത് രീതിയിലാണ് ശ്രുതിക്ക് അതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നത്? അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയോ? അതെ, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇനി മുന്നോട്ട് എല്ലാം നോക്കി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇച്ചാൻ്റെ ആഗ്രഹം പ്രകാരം ജീവിക്കാനാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇച്ചാൻ്റെ വീട്ടുകാർ അതേപോലെ തന്നെ സപ്പോർട്ടിംഗ് ആണ്, എൻ്റെ വീട്ടുകാർ സപ്പോർട്ടിംഗ് ആണ്. എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തിട്ട് എല്ലാവരും കൂടെ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഈ കൽപ്പറ്റയിലെ വാടക വീട്ടിൽ ആരൊക്കെയാണ് ശ്രുതി ഒപ്പം ഉള്ള? കുഞ്ഞുങ്ങളെ കാണുന്നതും സന്തോഷമാണ്, മറ്റു കസിൻസൊക്കെ ആണല്ലേ? നിങ്ങളെല്ലാവരുമായി വീണ്ടും ഒരുമിച്ച് ഒരു വീട്ടിൽ, അത് ജീവിതം നിങ്ങളെങ്ങനെ കൊണ്ട് എത്തിച്ചാണെങ്കിൽ പോലും അതും ഒരു വലിയ ആശ്വാസമാണ് ഇപ്പോൾ അല്ലേ എല്ലാവരും ഉള്ളത്? അതെ, എല്ലാവരും കൂടെ ഇവരെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഓക്കെയാണ്. ഞാനുള്ള ധൈര്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ അവരിപ്പോൾ നോർമലായിട്ട് ഇരിക്കുന്നത് തന്നെ. ഞാൻ വീണ് കഴിഞ്ഞാൽ പിന്നെ അവരും വീണു പോകും. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ബോൾഡായിട്ട് തന്നെ നിൽക്കണം, എന്നാലേ എൻ്റെ വീട്ടുകാർ അതേപോലെ തന്നെ നിൽക്കുള്ളൂ. ശരിയാണ് ശ്രുതി, നമ്മൾ പല ജീവിതങ്ങളിലും ആളുകൾ കരയാതിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ പിടിച്ചു നിൽക്കുന്നതൊക്കെ നമ്മൾ വലിയ ധൈര്യശാലികളായതുകൊണ്ടായിരിക്കില്ല. പക്ഷെ ഉള്ളിൽ നിന്ന് നമുക്കതിനൊരു എവിടുന്നോ ഒരു ധൈര്യം കിട്ടും. കാരണം നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ. മറ്റുള്ളവരെ അവരൊന്ന് ചാഞ്ഞാൽ നമ്മുടെ തോളൊന്ന് വച്ചു കൊടുക്കണമെന്ന ബോധം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ പിടിച്ചു നിൽക്കും. അപ്പോൾ എനിക്കാണോ ആ ധൈര്യം ശ്രുതിക്ക് ആവോളം ജീവിതം തരുന്നുണ്ട്, ആളുകളുടെ സ്നേഹവും ഒക്കെ ആയിട്ട്. ആരൊക്കെയാണ് ഇപ്പോൾ നേരത്തെ ടി സിദ്ദിഖിനെ കുറിച്ചൊക്കെ ശ്രുതി പറഞ്ഞ ഞാൻ കേട്ടാണ്. ഒരു സഹോദരനെ പോലെ, അല്ലെങ്കിൽ അമ്മയും അച്ഛനും ഒക്കെ അദ്ദേഹമാണ്. അത്രയേറെ സ്നേഹത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതാണ്. എങ്ങനെയൊക്കെ, എവിടെ നിന്നൊക്കെയാണ് ശ്രുതിക്ക് ദിവസവും വിളി വരുന്നതും ആശ്വാസത്തിൻ്റെ ഒരു വാക്കുകളൊക്കെ കേൾക്കുന്നത്? എല്ലാവരും വിളിക്കുന്നുണ്ട്, എല്ലാവരും കൂടെ തന്നെ ഉണ്ട്. സിദ്ദിഖ് സാറ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് ആ കാര്യങ്ങളൊക്കെ, എനിക്കിപ്പോൾ ഈ കിടക്കാനുള്ള ബെഡും പിന്നെ വാക്കറും പിന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ലാപ്ടോപ്പ് ഇന്ന് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയാണ് സാറിനോട് പറയാനുള്ളത്. പിന്നെ കൂടെ എൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളൊരു വാശിക്ക് ഇപ്പോൾ ജീവിക്കുകയാണെന്നല്ല പറയാം. ഈ കാലിൻ്റെ പരിക്കൊക്കെ എങ്ങനെയുണ്ട് ശ്രുതി? എത്ര ദിവസം കൊണ്ട് നോർമൽ ഇതിലേക്ക് വരാൻ പറ്റുമെന്നാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞത്? ഇനി നോർമലായി ഞാൻ എണീറ്റ് നടക്കണമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 6 മാസം എന്നൊക്കെയാണ് പറഞ്ഞത്. ഇനിയൊരു സർജറിയും കൂടി ഉണ്ട്. ഇപ്പോൾ കാലിലൊരു അലൈൻമെൻറ്റ് തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കമ്പി ഇട്ടിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു സർജറിയും കൂടി ഉണ്ട്. അതുകൂടെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്താൽ ഒരു 6 മാസം ആകുമ്പോഴത്തേക്കും ഞാൻ എണീറ്റ് നടക്കും. അപ്പം അതിന് മുന്നേ ഞാൻ എണീറ്റ് നടക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അല്ല, പറ്റൂ ശ്രുതി. അത് നമ്മളങ്ങനെ ചില മിറാക്കിൾസ് ഒക്കെ ജീവിതത്തിൽ കാണില്ലേ? 6 മാസം അല്ലെങ്കിൽ 1 മാസമൊക്കെ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞവർ മാസങ്ങൾ കൊണ്ട്, ആഴ്ചകൾ കൊണ്ടൊക്കെ എഴുന്നേറ്റ് വരുന്നത്. അത് നമ്മുടെ ഉള്ളിലെ ഒരു ഫയറാണ്. ആ ഫയർ
അണയ്ക്കാതിരിക്കുക. അത് സ്നേഹം കൊണ്ട് എല്ലാവരും അല്ലേ ആ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്കുന്നുണ്ടാവണം. അപ്പോൾ ആ സ്നേഹത്തിൽ ശ്രുതിയും വിശ്വസിക്കുക എല്ലാവരും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു ജോലി വാഗ്ദാനം, സർക്കാരിൻ്റെ ഒരു മകൾ എന്ന നിലയ്ക്ക് തന്നെ ശ്രുതിയെ പരിഗണിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഔദ്യോഗികമായിട്ട് ശ്രുതിയായിട്ട് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ നടന്നോ? എന്താണ് അതിൻ്റെ സാധ്യതകൾ എന്നൊക്കെ എന്തെങ്കിലും പറഞ്ഞോ? എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും എന്നെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തു തരുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ശ്രുതി, പഴയ നാട്ടിലെ സുഹൃത്തുക്കളൊക്കെ വന്ന് കാണുകയൊക്കെ ചെയ്തോ? അല്ലെങ്കിൽ നേരത്തെ ജോലി സ്ഥലത്തുണ്ടായിരുന്നവരൊക്കെ? എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പലർക്കും നമ്മുടെ ഒരു പ്രശ്നമാണല്ലോ, ചില സമയങ്ങളിൽ നമുക്ക് ആളുകളെ കാണാനൊരു നമ്മൾ എന്ത് പറയുമെന്നൊക്കെ ആലോചിച്ച് പോകാൻ വിമുഖത കാണിക്കുന്നവരോ അല്ലെങ്കിൽ മടിച്ചു നിൽക്കുന്നവരുണ്ട്. എനിക്കൊന്നും അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ അല്ലേ കൂടുതൽ ശ്രുതിയായിട്ട് കൂടുതലേരം ഉറ്റവരോ അല്ലെങ്കിൽ സ്നേഹമുള്ളവരൊക്കെ വന്ന് സംസാരിക്കുന്നത് ശ്രുതിക്ക് ഒരു ധൈര്യമാണ്. എനിക്ക് തോന്നുന്നു ശ്രുതിയുടെ കൂട്ടുകാരൊക്കെ അങ്ങനെ കാണാൻ മാറി നിൽക്കുന്നവർ, വിഷമം കൊണ്ട് മാറി നിൽക്കുന്നവരുണ്ട്, ദയവായി ശ്രുതിയെ കാണാൻ ചെല്ലുക അല്ലേ? അതെ, സത്യം പറഞ്ഞാൽ തന്നെ എല്ലാവരും വരിക കാണുക. പക്ഷെ ഇനിയിപ്പോൾ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ, കമ്പിട്ടം കൊണ്ട് ഇൻഫെക്ഷൻ കയറാൻ ഭയങ്കര സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പം ഇനി ഒരു സർജറിയും കൂടെ കഴിഞ്ഞിട്ടുള്ളൊരു കാഴ്ച മതി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എനിക്ക് എന്നും രാത്രി ആകുമ്പോഴത്തേക്കും പനി വരുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാലിൻ്റെ പ്രശ്നം കൊണ്ട്. അപ്പോൾ എന്നെ എല്ലാവരും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, വീഡിയോ കോളിലൂടെയൊക്കെ ആണെങ്കിലും നമുക്ക് ആ സൗഹൃദമൊക്കെ പങ്കുവെച്ച് മുന്നോട്ട് പോകല്ലോ, നല്ല കാര്യമാണ്. ഇപ്പോൾ അത് ആ സംവിധാനങ്ങളൊക്കെ ഉള്ളതാണ് വലിയ ആശ്വാസം. ശ്രുതിക്കിപ്പോൾ ജെൻസന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ശ്രുതി അല്ലാതെ നോർമൽ ലൈഫിൽ എന്ത് അടുത്ത ലക്ഷ്യം എന്നൊക്കെ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്? ജോലി ആയാലും അല്ലെങ്കിൽ ഇനി കൂടുതൽ എന്തെങ്കിലും പഠിക്കണമെന്ന ആഗ്രഹം അങ്ങനെയൊക്കെ. എനിക്ക് തോന്നുന്നു ഒരു കോഴ്സൊക്കെ ഒരുപക്ഷെ എടുക്കുന്നത് കുറച്ചുകൂടി ശ്രുതിക്ക് നല്ലതായിരിക്കും, ഒരു ആത്മധൈര്യത്തിനും ഒക്കെ നല്ലതായിരിക്കും തോന്നുന്നു. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വിഷയമൊക്കെ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്നത് അല്ലേ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനൊരു സജഷൻ പറഞ്ഞു എന്നുള്ളൂ. ചിന്തിക്കുന്നുണ്ട്, എല്ലാം ചിന്തിക്കുന്നുണ്ട്. ഇജാൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം. എന്നെ കൊണ്ട് എന്തായാലും ഇജാൻ്റെ ബിസിനസ് എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല, സൈഡിൽ കൂടെ നിന്ന് ഞാൻ എന്തായാലും ചെയ്തു കൊടുക്കും. അതേപോലെ തന്നെ എനിക്കൊരു ജോലി എന്തായാലും, സ്ഥിര വരുമാനത്തിനൊരു ജോലി എന്തായാലും അത്യാവശ്യമാണ്. പിന്നെ സൈഡിൽ കൂടെ തന്നെ ഞാനും എന്തെങ്കിലും പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ പ്ലാനിങ് ഒന്നൊന്നങ്ങ് ഉറപ്പിച്ച് തീരുമാനിച്ചിട്ടില്ല, ഓരോന്ന് തീരുമാനങ്ങൾ എടുക്കുന്നേ ഉള്ളൂ ആലോചിച്ചിട്ട്. ശരി, ഈ ഇപ്പോൾ വീട്ടിലേക്ക്, കൽപ്പറ്റയിലെ വീട്ടിലേക്ക് വന്നപ്പോൾ കൽപ്പറ്റയൊക്കെ നിങ്ങൾക്ക് പരിചിതമായ സ്ഥലമാണെങ്കിൽ പോലും നിങ്ങളുടെ നഷ്ടപ്പെട്ട നാടിൻ്റെ ഒരു ഭംഗിയായിരിക്കില്ലോ കൽപ്പറ്റയൊക്കെ. തിരക്കേറിയ സ്ഥലമാണ് അല്ലേ, കൂടുതൽ ആളുകളും ഒക്കെ ഉള്ള സ്ഥലം. അപ്പോൾ എങ്ങനെ ആ സ്ഥലമൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടോ? വീടും സ്ഥലമൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടോ? പൊരുത്തോട്ടെ. ആക്സിഡൻ്റ് ആവുന്ന മുന്നേ ഞാൻ ഇവിടെ തന്നെയായിരുന്നു. നമ്മൾ ആ ഉരുൾപൊട്ടൽ കഴിഞ്ഞപ്പോൾ തന്നെ ഡയറക്റ്റ് ഇങ്ങോട്ട് ക്യാമ്പ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ആയി. പിന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴാണ് ഒരു ആശ്വാസം, എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഒരു ആശ്വാസം കിട്ടുന്നത്.